ഹലോ ഡിയർ സ്റ്റുഡൻസ്, അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ NIOS ഫിസിക്സിലെ 16ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സെക്ഷനിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാർജ് Q എന്ന ചാർജിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ വർക്ക് ബൈ ചാർജ് ആണ്. ഇപ്പൊ രണ്ട് പോയിന്റുകൾ ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ VA ആൻഡ് VB ആണെങ്കിൽ അവർക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ VAB ആയിരിക്കും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് WAB ബൈ Q0 ആയിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ യൂണിറ്റ് വരുന്നത് വോൾട്ട് ആണ്. 1 volt is equal to 1 joule per 1 coulomb ആണ്. എന്താണ് 1 joule per 1 coulomb? ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ചാർജ്. ദാറ്റ് ഈസ് ജൂൾ പെർ കൂളോം ആണ് ഒരു വോൾട്ട് എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ, അതായത് നമുക്ക് Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഉണ്ട്, അവിടെ ആ ഡിസ്റ്റൻസ് മാറിയിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ V ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R ആയിരിക്കും. അല്ലെങ്കിൽ W/Q0, Wയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. therefore 1/4πε0 ഇൻറ്റു Q/R ആണ്. ഇവിടെ Q എന്ന് പറയുന്നത് ആ പോയിന്റ് ചാർജ്, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിൽ നിന്ന് നമ്മുടെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ε0 ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് വാക്വം ആൻഡ് 4π. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പോയിന്റ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. എന്താണ്? Vp is equal to 1/4πε0 ഇൻറ്റു Q/R ആയിരിക്കും. ഇനി ഒരുപാട് ചാർജുകളുണ്ട്, Q1, Q2, Q3 എന്ന് പറയുന്ന ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ ഓരോ ചാർജിലും ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. കാരണം ചാർജിന്റെ വാല്യൂ അനുസരിച്ച് മാറും. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ പൊട്ടൻഷ്യലും സമ്മപ്പ് ചെയ്തതായിരിക്കും. ദാറ്റ് ഈസ് V is equal to V1 plus V2 plus V3 ആയിരിക്കും. അല്ലെങ്കിൽ is equal to sum of I is equal to 1 to infinity Qi by 4πε0 into Ri ആയിരിക്കും. ഓക്കെ, അതായത് ഓരോ പൊട്ടൻഷ്യലും സം ചെയ്തതായിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഒരുപാട് ചാർജസ് ഉണ്ടെങ്കിൽ. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിട്ട് പോയിന്റ് ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ, ഒരു ഇലക്ട്രിക് ഡൈപോളിലാണ് നമ്മൾ ചാർജ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ V is equal to Q into 2L cos theta by 4πε0 into R² ആയിരിക്കും. എന്താണ്? Q into 2L cos theta divided by 4πε0 into R² ആണ്. ഇവിടെ 2L എന്ന് പറഞ്ഞ ഡൈപോൾ ആണല്ലോ അല്ലെ, രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, അതായത് ഇതാണ് ഒരു ഡൈപോൾ. അപ്പൊ ഈ ഒരു ഡൈപോളിൽ -Q + Q ചാർജിനുള്ള ഡിസ്റ്റൻസ് ആണ് 2L എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെൻട്രലിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ ഈ ഒരു ഡൈപോളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് ഡൈപോളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിന്റെ വാല്യൂ Q into 2L cos theta by 4πε0 into R² ആയിരിക്കും. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ടേമിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ പറയുന്നതെങ്കിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ P cos theta divided by 4πε0 into R² ആയിരിക്കും. എന്താണ്? P cos theta divided by 4πε0 into R² ആയിരിക്കും. അപ്പൊ രണ്ട് ഇക്വേഷൻ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ടത് എന്താണെന്ന് അല്ലെ, ഇക്വിപൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള സർഫസ്. അതായത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഇഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ് ഇൻ എ പ്ലെയിൻ വിൽ ബി 0 ഓർ സെയിം, സച്ച് സർഫസ് ഈസ് കോൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് പൊട്ടൻഷ്യൽ സെയിം ആയിട്ടുള്ള, പൊട്ടൻഷ്യൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് പൊട്ടൻഷ്യൽ ഉള്ള സർഫസിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യലിനെ കുറിച്ചായിരുന്നു. ഇനി പൊട്ടൻഷ്യൽ എനർജി, അതായത് ഒരുപാട് ചാർജുകൾ ഉണ്ട്, ഒരു 2 or 3 ചാർജുകളുടെ ഒരു സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു Q1 Q2 by R12 പ്ലസ് Q1 Q3 by R13 പ്ലസ് Q2 Q3 by R23 ആയിരിക്കും. ഇതൊരു 3 ചാർജിന്റെ കേസിലാണ്. എത്രയാണോ ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂസ് കൂടി വരും. ഓക്കെ, അപ്പൊ അതാണ് ഇക്വിപൊട്ടൻഷ്യൽ എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? U is equal to 1/4πε0 into Q1 Q2 by R12 plus Q1 Q3 by R13 plus Q2 Q3 by R23. 4 ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ 4 കൂടെ തമ്മിലുള്ള ഇതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും.
ഇനി ഇത് പൊട്ടൻഷ്യൽ എനർജി ഒരു ഡൈപോൾ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ -PE cos θ അല്ലെങ്കിൽ -PE ആയിരിക്കും. ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡും ആ ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ U is equal to -PE cos θ അല്ലെങ്കിൽ -PE ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് E നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അതും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് E is equal to ΔV/ΔR ആയിരിക്കും. -ΔV/ΔR ആണ്. അതായത് രണ്ട് പോയിന്റുകൾ ഉണ്ട്, A B എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ഉണ്ട് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ E ആണ്. ആ രണ്ട് പോയിന്റുകളുടെ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് ΔR ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -ΔV/ΔR ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് സൈൻ എന്തിനാ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഫീൽഡ്, ആ ഫീൽഡിന് അഗെയിൻസ്റ്റ് ആണ് അവിടെ വർക്ക് ഡൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലായില്ലേ? E is equal to -ΔV/ΔR ആയിരിക്കും. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡില് ഒരു കണ്ടക്ടറിന്റെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? The conductors in electrostatic equilibrium exhibit the following properties. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അവർ എക്സിബിറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. There is no electric field inside the conductor. കണ്ടക്ടറിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കത്തില്ല. The electric field outside the charged conductor is perpendicular to the surface of the conductor. അതായത് ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കണ്ടക്ടറിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊരിക്കലും ആ കണ്ടക്ടറിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇനി എനി ചാർജ് ഓൺ ദ കണ്ടക്ടർ റിസൈഡ് ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ആ കണ്ടക്ടറിന് എന്തെങ്കിലും ചാർജ് ഉണ്ടോ അത് അതിന്റെ സർഫസ് തന്നെ എന്ത് ചെയ്യും? റിസൈഡ് ചെയ്യും, അവിടെ തന്നെ റിമൈൻ ചെയ്യും. ഇതാണ് നമ്മുടെ ഒരു കണ്ടക്ടർ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അകത്ത് കണ്ടക്ടറിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവത്തില്ല. പുറത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒരിക്കലും അതിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ കണ്ടക്ടറിന്റെ ചാർജ് എന്ന് പറയുന്നത് അതിന്റെ സർഫസിൽ തന്നെ റിസൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടേം ഈസ് ദ കപ്പാസിറ്റൻസ്. ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു കണ്ടക്ടർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുള്ള ഒരു കണ്ടക്ടർ, -Q + Q ചാർജുള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. അവരിൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ആ ഒരു ടോട്ടൽ സിസ്റ്റത്തിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. രണ്ട് കണ്ടക്ടറുകൾ V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള രണ്ട് കണ്ടക്ടറുകൾ ഉണ്ട്. ആ ഒരു ടോട്ടൽ സിസ്റ്റത്തിനെ നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റത്തിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് C is equal to Q/V ആയിരിക്കും. Q എന്ന് പറയുന്നത് ചാർജ് ആണ്, V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് വരുന്നത് എന്താണ്? മെഷർ ചെയ്യുന്നത് ഫാരഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് നമ്മൾ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാറുള്ളത്. ഇനി ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ കേസിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരുന്നത് C is equal to is equal to 4πε0 into R അല്ലെങ്കിൽ R/9 × 10⁹ ആണ്. ഓക്കെ, ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിന്റെ ബേസിൽ അതിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് R/9 × 10⁹ ആയിരിക്കും. ആ സ്ഫിയറിന്റെ റേഡിയസ് ആണ് R എങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് R/9 × 10⁹ ആയിരിക്കും. ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഫിഗറിൽ കൊടുത്തതുപോലെ രണ്ട് കണ്ടക്ടേഴ്സ് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്നു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓഫ് കപ്പാസിറ്ററിനെയാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതായത് രണ്ട് ചാർജുകൾ നമ്മളൊരു ചെറിയ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിലേക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊരു എയർ അല്ലെങ്കിൽ പേപ്പർ, മൈക്ക, ഗ്ലാസ് പോലുള്ള മീഡിയത്തിലാണ് നമ്മൾ പ്ലേസ് ചെയ്തതെങ്കിൽ ആ ടൈപ്പ് ഓഫ് കപ്പാസിറ്ററിനെയാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരുന്നത് ε0 A/d ആയിരിക്കും. എന്താണ്? ε0 A/d ആയിരിക്കും. ഇനി നമ്മൾ ഈ പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റർ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ, എയറോ വാക്കോ അല്ലാത്ത ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കപ്പാസിറ്റൻസിന്റെ വാല്യൂ K ε0 A/d ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ε/A/d ആയിരിക്കും. അപ്പൊ ആ വാല്യൂ എന്ത് ചെയ്യാ? നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഒരു ഡയലക്ട്രിക് മീഡിയം, ആ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ മീഡിയം വെച്ച അതിന്റെ കപ്പാസിറ്റൻസും അല്ലെങ്കിൽ അതിനകത്ത് വാക്വം വെച്ച അതിന്റെ കപ്പാസിറ്റൻസും തമ്മിലുള്ള റേഷ്യോ ആണ്
CM/CO എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു, അപ്പൊ ആ ഒരു റിലേഷൻ K ഇസ് ഈക്വൽ ടു അതിന്റെ വാല്യൂ K ആണ്. അപ്പൊ K ഇസ് ഈക്വൽ ടു എന്താണ്, CM/CO എന്ന് കിട്ടും. therefore CM is equal to K into C0 എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇനി കപ്പാസിറ്റേഴ്സിന് നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. മെയിൻലി രണ്ട് രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ദ സീരീസ് ഗ്രൂപ്പിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ പാരലൽ ഗ്രൂപ്പിംഗ്. പാരലൽ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിഗറിൽ കാണുന്നത് പോലെ, അതായത് ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ, ഇതൊരു കപ്പാസിറ്റർ, ഇത് തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് പാരലൽ ആയിട്ടാണ്. ഒന്നിന് പാരലൽ ആയിട്ടാണ് മറ്റേത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. therefore അങ്ങനെയുള്ള കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പാരലൽ കണക്ഷന്റെ കേസിൽ നമ്മൾ ടോട്ടൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററും പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റൻസിന് സം ചെയ്തിട്ട്, അതായത് ഇവിടെ 3 കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 1, 2, 3. ഇവിടെ C1 ആണ്, ഇവിടെ C2 ആണ്, ഇവിടെ C3 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കപ്പാസിറ്റൻസ് എങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് C is equal to C1 plus C2 plus C3 ആയിരിക്കും. അതാണ് പാരലലി ജോയിൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇവർക്കിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും തേർഡ് കേസിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, ഈക്വൽ തന്നെ ആയിരിക്കും. അടുത്തത് സീരീസ് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റൻസ്. സീരീസ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഓരോ കപ്പാസിറ്റേഴ്സും എന്ത് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു കേസിൽ നമ്മൾ അതിന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. 1/C is equal to 1/C1 plus 1/C2 plus 1/C3 എക്സെട്ര എത്രയാണോ അത്രയുള്ളത് വരെ അങ്ങനെയാണ്. അതായത് നമ്മൾ നേരെ തിരിച്ചിട്ടാണ് അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററും അതുപോലെ തന്നെ സീരീസ് പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ, ടോട്ടൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 into CV² ആയിരിക്കും. ഇവിടെ C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസും B എന്ന് പറയുന്നത് പൊട്ടൻഷ്യലും ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ഡൈഇലക്ട്രിക്സ് അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. എന്താണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്. അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ട്രാൻസ്മിറ്റ് ദ ഇലക്ട്രിക് എഫക്ട് വിത്തൗട്ട് കണ്ടക്ടിങ്. കണ്ടക്ട് ചെയ്യാതെ ഇലക്ട്രിക് എഫക്റ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഡൈഇലക്ട്രിക്സ് മെയിൻലി 2 ടൈപ്പാണുള്ളത്, നോൺ പോളാറും ഉണ്ട്, പോളാറും ഉണ്ട്. അതിൽ നോൺ പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ പോളാർ ഡൈഇലക്ട്രിക്സിന്റെ മോളിക്യൂൾസുകളെ, അതായത് അതിന്റെ മോളിക്യൂൾസിന്റെ സെൻട്രൽ പോസിറ്റീവ് ചാർജ് കോയിൻസൈഡ് വിത്ത് ദ സെന്റർ ഓഫ് നെഗറ്റീവ് ചാർജ്. അതായത് നെഗറ്റീവ് ചാർജിന്റെയും പോസിറ്റീവ് ചാർജിന്റെയും സെന്ററുകൾ കോയിൻസൈഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഓരോ മോളിക്യൂൾസിനും 0 ഡൈപോൾ മൊമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മോളിക്യൂൾസും എന്തിന് സിമെട്രിക്കൽ ആയിരിക്കും, നമ്മുടെ നൈട്രജൻ ഓക്സിജൻ പോലെയുള്ള എലമെന്റ്സിന് സിമെട്രിക്കൽ ആയിരിക്കും. അതാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിന്റെ സെന്റർ കോയിൻസൈഡ് ചെയ്തിട്ടായിരിക്കും. ഓരോ മോളിക്യൂളിനകത്തും ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ ആ മോളിക്യൂൾ നമ്മുടെ ഓക്സിജൻ നൈട്രജൻ പോലുള്ള എലമെന്റ്സിന് സിമെട്രിക്കൽ ആയിരിക്കും. ഇനി പോളാർ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ഡൈഇലക്ട്രിക്കിന് ഒരു അസിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനകത്തുള്ള മോളിക്യൂളുകൾ നമ്മുടെ വാട്ടർ, അതുപോലെ തന്നെ അമോണിയ, HCl, എക്സ്ട്ര ഇതുപോലെയുള്ള അതിന്റെ ഷേപ്പിന് സിമിലർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ മോളിക്യൂൾസിന്റെ സെന്റർ, പോസിറ്റീവ് ചാർജിന്റെ സെന്ററും നെഗറ്റീവ് ചാർജിന്റെ സെന്ററും സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു ഡെഫിനിറ്റ് ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്കൊരു ഫൈനൈറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. നേരെ നമ്മൾ നോൺ പോളാറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പോളാർ എന്ന് പറയുന്നത്. അതായത് ഒരു അസിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. നമ്മുടെ വാട്ടർ, അമോണിയ പോലെയുള്ള അതിന്റെ പോലത്തെ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെഗറ്റീവ് ചാർജിന്റെ പോസിറ്റീവ് ചാർജിന്റെ സെന്ററുകൾ തമ്മിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്കൊരു ഡെഫിനിറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡൈഇലക്ട്രിക്സിൽ വരുന്നത്. ഏതൊക്കെയാണ്, പോളാറും ഉണ്ട്, നോൺ പോളാറും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മേജർ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന് വരുന്ന ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ചാപ്റ്ററിനും പറയുന്ന പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. പിന്നെ വരാനുള്ളത് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഓരോ കേസുകൾ തന്നിട്ട് നമുക്ക് അതിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ചോദിക്കാം. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ ഇക്വേഷൻസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇക്വേഷൻ ഏതാന്നുള്ളത് നമ്മളോട് പറയാം. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ എന്താണ് നമ്മൾ നന്നായിട്ട് നോക്കിയാലേ നമുക്കത് പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ കപ്പാസിറ്റർ എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ്, അതുപോലെ കപ്പാസിറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. മെയിൻ ആയിട്ട് ഇതിൽ വരാൻ പോകുന്നത് ന്യൂമറിക്കൽസ് തന്നെയായിരിക്കും. പിന്നെ സീരീസ്, ചില കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ സം അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അത് സീരീസ് കണക്ഷൻ ആകുമ്പോൾ, അതുപോലെ തന്നെ പാരലൽ കണക്ഷൻ ആകുമ്പോൾ അതിന്റെ വാല്യൂസ്. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ 16ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ടോപ്പിക്സ്. വളരെ ഷോർട്ട് ആയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. വളരെ ബ്രീഫ് ആയിട്ടാണ് നമ്മൾ
ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.